ഇന്ന് 2 യുവ സംവിധായകർ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടപ്പെട്ട വിവരം താങ്കൾക്ക് അറിയാമല്ലോ. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അവർ ഇത് ഉപയോഗിച്ചിരുന്നത് ഈ സംവിധായകനും ക്യാമറാമാനും ഒക്കെയായ സമീർ താഹിറിന്റെ ഫ്ലാറ്റിലാണ്. ഒന്ന് ലഹരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലഹരിയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. എനിക്കിതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താ സംഭവം പറ കേക്കട്ടെ. അപ്പൊ ഇതിനെ അഡ്രസ് ചെയ്യേണ്ട രീതി ഇതല്ല. ഇവിടെ ഇപ്പൊ ഞാൻ ഈ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്ത് വരികയാണെങ്കിൽ ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. 1.6 ഗ്രാം കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് അവരെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലും ഒക്കെ ഉണ്ട്. ഇവരേതെങ്കിലും തരത്തിലൊരു ആന്റി സോഷ്യൽ ആക്ടിവിറ്റിയിലോ മറ്റു സാമൂഹ്യ ജീവിതത്തിന് ത്രെട്ട് ഉണ്ടാക്കുന്ന വിധത്തിലോ അല്ല ഇവരെ പിടിക്കപ്പെടുന്നത്. പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അവരുടെ പേഴ്സണൽ സ്പേസിൽ, അവരുടെ ലിഷർ ടൈമിൽ അവരൊരു നട്ടപ്പാതിരിക്ക് പോയി അവരെ പൊക്കുകയാണ്. അങ്ങനെയാണൊക്കെ പറയുന്നത് അവരെ പിടിക്കുന്നത്. അതിൽ തന്നെ ഒരു ഭയങ്കര വയലേഷൻ ഉണ്ട്. കാരണം അത് അങ്ങനെയല്ല അതിന്റെ രീതികളും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് എന്ത് തരത്തിലാണ് ഇത് ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു കുറ്റകൃത്യം, നിയമലംഘനമാണ് അതിനകത്ത്. പക്ഷെ ഇങ്ങനെയാണോ അതിനെ കോമ്പ് ചെയ്യേണ്ടത്? നമ്മൾ അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഡ്രഗിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ ഈ രീതിയിലാണോ അതിനെ കോമ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വലിയ സംശയമാണ്. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ രീതിയിൽ മനുഷ്യന്മാരുടെ സ്വകാര്യതയിൽ മുഴുവൻ ഇടിച്ച് ഏത് സമയത്തും ഇടിച്ചു കയറാവുന്ന മറ്റൊരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി പോകുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ അത്ര ശരിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അങ്ങനെയാണല്ലോ നമ്മുടെ പൊസിഷൻ വേണ്ടത്. അപ്പം നമ്മൾ ഉടനെ ഡ്രഗിനൊപ്പാണോ? അല്ല, ഒരിക്കലും അല്ല. സംശയമൊന്നുമില്ലല്ലേ? അല്ലാതെ സിനിമക്കാരെ മൊത്തം അടച്ചാക്ഷേപിച്ച് സിനിമ ഇതാണ്, സിനിമയുടെ പിന്നാമ്പുറം ഇതാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. അത് ഇത്തരത്തിലുള്ള പോലീസിന്റെ ഇടപെടലിനോട് ഒട്ടും യോജിപ്പില്ല. എന്ത് തരം ക്രൈമാണ് ഈ മനുഷ്യരുണ്ടാക്കിയത്? തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? പാവം.